അസ്സലാമു പ്രിയമുള്ളവരെ, ഇത് ഇന്നലെയും ഇന്നുമായിട്ട് പല ആളുകളും വാട്സപ്പിൽ അയച്ചു തന്നൊരു വീഡിയോ ആണ്. 2 ദിവസമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. കൂട്ടുകാരൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ അവൻ്റെ ഒപ്പം കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ഇവിടെ കുറേ യുവാക്കൾ വന്നുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. അവിടെ ഒരുത്തൻ പറയുന്നത്, വീഡിയോ എടുക്കുന്ന ആളെ പറയുന്നത് നൈൻ്റെ മോനെ എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദര, ആ വീഡിയോ എടുക്കുന്നവനെ പറയുകയാണെങ്കിൽ നായേ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. അവൻ്റെ ഉപ്പാനക്കൂടി എന്തിനാ നായേ എന്ന് വിളിക്കുന്നത് അല്ലേ? ആരാണ് നായ അല്ലെങ്കിൽ പട്ടി എന്നൊക്കെ ഉള്ളത് ഇത് കാണുന്നവർ മനസ്സിലാക്കുന്നുണ്ടാവും. ഇനി ഇവർ യുദ്ധത്തിന് പോയത് ആരോടാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എന്താണ് അവരവിടെ ചെയ്യാൻ പോയിട്ടുള്ള അക്രമ പ്രവർത്തനം എന്നൊക്കെ കാണാം. അതിനു മുമ്പ് ഈ യുദ്ധത്തിനിറക്കുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചില മുസ്ലിയാക്കന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രഭാഷണങ്ങളൊന്ന് കേട്ടോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഉഹദിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സ്വഹാബാക്കളെ മധ്യേ 12 SSFകാർ വന്നു. സമ്രത്ത് ഇബ്നു ജുന്ദബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു പോലത്തവരൊക്കെ അതിൽ അംഗങ്ങളാണ്. ആ കുട്ടികളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കളെ, യുദ്ധം അത്ര കൊടുമ്പിരിക്കൊണ്ട രംഗമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ കുട്ടികൾ മുത്തുനബിയുടെ മുമ്പിൽ ഉറക്കെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്പെഴുത്തിൽ ഞങ്ങൾക്ക് പരിശീലനമുണ്ട്, ഞങ്ങൾ ഇവിടെ വേണമെങ്കിൽ അത് പ്രദർശിപ്പിക്കാം. ഇതുപോലെയുള്ള പച്ചക്കളവുകൾ പറഞ്ഞുകൊണ്ട് ഈ യുവാക്കളെ ഇവർ പുളിമക്കേറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് സഹോദരന്മാരുടെ മുഖത്ത് നോക്കി പച്ച തെറി വിളിക്കുന്നൊരവസ്ഥയിലേക്ക്. എന്നാൽ സഹോദരന്മാരെ, അവിടെ എന്താണ് നടന്നത്? അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ ദഅ്വാ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്തിയ കുറച്ച് ആളുകളെയാണ് ഇവർ ആക്രമിക്കാൻ പോയത്. കുറച്ച് മുമ്പ് നമ്മൾ പറവൂര് ഇതേപോലൊരു ആക്രമണ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. സംഘപരിവാറിന്റെ ആളുകള് ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്ന വിസ്ഡം മുജാഹിദുകളായ സഹോദരന്മാരെ മെക്കിട്ട് കയറുകയും ആക്രമിക്കുകയും അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിനെപ്പോലും നാണിപ്പിക്കുന്ന വിധത്തിലല്ലേ ഇവരവിടെ അക്രമം അഴിച്ചുവിട്ടത്. ആ അക്രമം അഴിച്ചുവിടുക മാത്രമാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ നോക്കി മുദ്രാവാക്യം വിളിക്കുന്ന പേപ്പിടിച്ച കുറച്ച് യുവാക്കൾ നിങ്ങൾ കണ്ടു നോക്ക്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉള്ളത് അതിന് ഒരേ ഒരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംസാരമുണ്ട്. إما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിയുമ്പോൾ ആ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല. അതിന്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് കാണാം. അതിനു മുമ്പ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ് പറയുന്നത്. ഒരു മൗലവി സ്റ്റേജ് പോലും ഇല്ല. അവരുടെ വണ്ടികൾ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് കുറച്ചാളുകൾ ചുറ്റും നിന്നുകൊണ്ട് ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞുകൊണ്ട് ദഅവത്ത് നടത്തുകയാണ്. അത് കണ്ടിട്ട് ചില ആളുകൾക്ക് സഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടാൽ അവിടെ ആരാണ് ഈ രൂപത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുക? മനസ്സിലാക്കുക. ഇവർ സാധാരണ പറയാറുണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഇബ്ലീസുകളെ പോലെ
മുജാഹിദുകൾ സലഫികൾ എഴുന്നേറ്റ് പോകും എന്നുള്ളത്. ഇവിടെ അള്ളാഹുവിൻ്റെ നാമം അള്ളാഹു മാത്രം എന്നുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത് അത് ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിർവഹിക്കുമ്പോൾ അവിടെ നിന്നും ഹാലിളകിക്കൊണ്ട് ഭയവിഹ്വലരായിക്കൊണ്ട് അക്രമാസക്തരായിക്കൊണ്ട് മാനസിക രോഗികളെ പോലും നാണിപ്പിക്കും വിധത്തില് ഇത്തരത്തിൽ ദഅവ പ്രവർത്തകരെ, ദഅവത്ത് നടത്തുന്ന ദാഇമാരായ ആളുകള്, അതിൻ്റെ പ്രവർത്തകര്, അവർക്ക് നേരെ തിരിയുന്ന ജഹാലത്തിൻ്റെ വക്താക്കളെ വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ നിങ്ങൾ ആ ആളുകളെ മാത്രമല്ല അവർ ചെയ്ത തെറ്റെന്താണ്, ദഅവത്ത് നടത്തി എന്നുള്ളതോ, പരിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞത്, അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് മാലോകർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന കടമ നിർവഹിച്ചതാണോ അവർ ചെയ്ത തെറ്റ്? നിങ്ങളെയൊക്കെ ഈ രൂപത്തിൽ പഠിപ്പിച്ചു വിട്ട ആ മുസ്ലിയാക്കന്മാരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ എന്നുള്ളതാണ് 100%. നിങ്ങളും ഉത്തരവാദികൾ തന്നെയാണ്. അള്ളാഹു ചിന്താശേഷി എന്നൊന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ചിന്തിക്കാനുള്ള കഴിവില്ലാതെ ചിന്താശേഷി നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് ഈ പൗരോഹിത്യവർഗത്തിന് തലച്ചോറ് തിന്നാൻ കൊടുത്ത നിങ്ങൾ ഇതും ഇതിനപ്പുറവും ചെയ്യും. ഇത് തന്നെയാണ് മക്ക മുശ്രിക്കുകൾ നടത്തിയതും. ഇത് തന്നെയാണ് കാലാകാലങ്ങളായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളും ശത്രുക്കളുമായിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇനി ആ മൗലവി എന്തായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്? എന്ത് രാജ്യദ്രോഹമാണ് അവിടെ ചെയ്തത്? എന്ത് മതവെറിയാണ് അവിടെ കാണിച്ചത്? അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് അവിടെ ആ ദായി നടത്തിയ പ്രഭാഷണത്തിൻ്റെ ചെറിയ ഭാഗം ഈ വീഡിയോയുടെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, എല്ലാവരും കാണുക. ഈ രൂപത്തിൽ സഹിഷ്ണുതയില്ലാത്തവരായിക്കൊണ്ട് നിങ്ങളൊക്കെ ഏത് മതത്തിൻ്റെ വക്താക്കളാണ്? ഏതൊരു മതവും അത് വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാൻ, അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രബോധനം ചെയ്യുവാനും നമുക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശം അതുപോലും അറിയാത്ത വെറും കീടങ്ങളായിട്ടുള്ള നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലെത്തുന്ന ആ ഒരു ദിനത്തെ ഭയപ്പെട്ടുകൊള്ളുക എന്നാണ് പറയുവാനുള്ളത് ആ മൗലവിയുടെ ചെറിയ ഒരു ഭാഗം. ഇവര് എന്തിനു വേണ്ടിയാണോ ഈ കച്ചറ കാണിച്ചിരുന്നത്, ഈ അനാവശ്യ വാക്കുകൾ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്, നിങ്ങൾ കണ്ടു നോക്കുക, കേട്ടു നോക്കുക, മനസ്സിലാക്കുക. ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ കറുപ്പ് എത്രത്തോളമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ധാരാളമാണ്. ഈ പ്രോഗ്രാം നടത്തിയ ആളുകളെ എനിക്കറിയില്ല. അവരവിടെ വന്നുകൊണ്ട് ദഅവത്താണ് നടത്തുന്നത്, പരിശുദ്ധ ഖുർആനാണ് അവർ പറയുന്നത്, സ്വഹീഹായ ഹദീസുകളാണ് അവർ അവിടെ നിരത്തുന്നത്. അതിന് എന്തിനാണ് നിങ്ങൾ ഇത്ര ബേജാറാകുന്നത്? നിങ്ങളുടെ കയ്യിൽ സത്യമില്ല, കള്ളമാണ്, നിങ്ങളുടെ പൊയ്മുഖം പൊളിഞ്ഞു വീഴും, തകർന്ന് തരിപ്പണമാകും എന്ന ആ ഒരു കാര്യം കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനെ വിരളിയെടുത്ത് നടക്കുന്നത്? അത് എല്ലാവരും മനസ്സിലാക്കട്ടെ, കാണട്ടെ, തിരിച്ചറിയട്ടെ എന്നാണ് പറയാനുള്ളത്. വീഡിയോയിലേക്ക്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ റബ്ബിനോട്. ഇതല്ലേ പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും അനവൻ നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞ ഒരേ ഒരു വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും പ്രധാനമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഏറ്റവും സുപ്രധാനമായ തൗഹീദിന്റെ വചനം. എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്? അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. റബ്ബല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ വഴിമാറുക എന്നുള്ളത്, റബ്ബല്ലാത്തവരിലേക്ക് നേർച്ചകൾ അർപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകം തന്നെ, അവന്റെ സങ്കേതം നരകം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു ഗൗരവമായ തിന്മയാണ് റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകൾ വഴിമാറിപ്പോവുക എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും റബ്ബിൽ പങ്കുചേർക്കുന്നവനാണെങ്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അത് പൊറുക്കാത്ത പാപവും തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ ഇത് പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമയുടെ മാതൃകയുണ്ട്. അവൻ പാദരക്ഷകൾ എങ്ങനെയാ ധരിക്കേണ്ടത്, ആദ്യം ഏതുകാലാ ധരിക്കേണ്ടത്, ടോയ്ലറ്റിലേക്ക് എങ്ങനെയാ പ്രവേശിക്കേണ്ടത്, എങ്ങനെയാ പുറത്തു വരേണ്ടത്, എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാ കിടക്കപ്പായിൽ പോയി കിടക്കേണ്ടത്, എങ്ങനെയാ ഉണരേണ്ടത് എന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിമുടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നാളെ നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി നയിക്കുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? ഈ നരകം പോലെയുള്ള ഇതുപോലെയുള്ള തീജ്വാലകളുടെ നരകം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അതാ നാളെ പരലോകത്ത് ഇതുണ്ട് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? ഉത്ബോധകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ?